ഞാൻ പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം നടപ്പാക്കണമെന്ന് തന്നെയാണ്. അതിന് മറ്റ് പല ഗുണങ്ങളുമുണ്ട്. നമ്മൾ പലപ്പോഴും മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാരിസ്ഥിതികമുണ്ട്, അതിൻ്റെ ട്രാഫിക് ജാമിൻ്റെ കുറവുണ്ട്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ് കുറേ കഥയൊക്കെ നടത്തി. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പം മെട്രോ അതുപോലെയുള്ള സംഗതികൾ വരുന്നത് നഗരങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി. കേരളം എന്ന് പറഞ്ഞ ഒരു നഗരമാണല്ലോ, മൊത്തം കേരളം ഒരു നഗരമാണ് എന്ന് പറഞ്ഞാൽ നഗരങ്ങൾക്ക് അതിൻ്റെ കഞ്ചഷൻ കുറയ്ക്കാനും സ്ത്രീകൾക്ക് കുറെ കൂടി സുരക്ഷിതമായി പോകാനുള്ളതാണ്. പക്ഷെ പ്രതിസന്ധി ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പ്രതിസന്ധി സാമ്പത്തികമല്ല. സാമ്പത്തിക പ്രതിസന്ധി ഞാൻ രണ്ടാമതേ കാണുന്നു. അതിനേക്കാളും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത് പ്രൈവറ്റ് ബസ്സുകളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം KSRTC വളരെ കുറവുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളുടെ പോലെയല്ല. KSRTC വളരെ കുറവും പ്രൈവറ്റ് ബസ് വളരെ കൂടുതലുമാണ്. പ്രൈവറ്റ് ബസ്സുകാർക്ക് അസ്വസ്ഥത ഉണ്ടാവാം, കാരണം സ്ത്രീകൾ അവിടെ കയറുന്നില്ല, സ്ത്രീകൾ മുഴുവൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കേരളത്തിൽ എത്ര റൂട്ടിൽ ലോക്കൽ ബസ്സിൽ KSRTC ഉണ്ട്? KSRTC വളരെ കുറവല്ലേ ഉള്ളൂ. ലോക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആകെ എന്താ പറയാ, മൊത്തം സിറ്റിക്കകത്ത് കുറച്ചുകൊണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്ത് പോലും ഇല്ല, വളരെ കുറച്ചുള്ളൂ. ഇപ്പൊ ലോക്കൽ ബസ്സിന് ഞാൻ ഇപ്പോഴും പറയുന്നു, കൊടുക്കുക എന്നുള്ളത് കൊണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യതയൊന്നും വരാൻ പോകുന്നില്ല. ഈ പ്രൈവറ്റ് ബസ്സുകാർ ചിലപ്പോൾ ഉടക്കിയേക്കാം. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെയുള്ള പ്രൈവറ്റ് ബസ്സുകാർ ചിലപ്പോൾ ഉടക്കിയേക്കാം, കാരണം അവിടെ ലോക്കൽ ബസ് ഇഷ്ടം പോലെ മറ്റുന്നത്. ഇവിടെ അങ്ങനെയില്ല. എറണാകുളം, കൊച്ചി പോലൊരു സ്ഥലത്ത് അതില്ല. ഇവിടെ വളരെ കുറച്ചല്ലേ പ്രൈവറ്റ് കോഴിക്കോടല്ല, കണ്ണൂരല്ല, തൃശ്ശൂരല്ല, തിരുവനന്തപുരം മാത്രമേ അതിലൊരു ടെൻഷൻ വരാനുള്ളൂ. ബാക്കിയുള്ളടുത്ത് അതില്ല. രണ്ടാമത് അതിന്റെ ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം അതിന്റെ സാമ്പത്തികം. അതിന്റെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ 40% കയറുന്നു നോക്കിയാൽ ലോക്കൽ ബസ് 40% പൊതുവെ കണ്ടിട്ടുള്ള ഒരു ഇത്. അവർക്കുള്ള പൈസ സർക്കാർ സബ്സിഡൈസ് ചെയ്താൽ തന്നെ എത്ര വരും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അത് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, സ്ത്രീകൾ കൂടുതൽ ഇതിൽ സഞ്ചരിക്കുന്നുള്ള ഗുണം, സേഫ്റ്റി കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, KSRTCക്ക് ഒരു ഫിക്സഡ് ഇൻകം കിട്ടും. ഇപ്പൊ KSRTC പലപ്പോഴും ഈ വെക്കേഷൻ കാലത്ത്, ശബരിമല കാലത്ത്, ഓണം കാലത്ത് ഒക്കെയാണ് KSRTC ലാഭമാവണേ, കുറെ പൈസ കിട്ടണേ. പക്ഷേ KSRTC ഇപ്പൊ ലാഭം എന്ന് പറയുന്നതിൽ ഒരു കഥയില്ല. KSRTC ലാഭത്തിന് പോകേണ്ട ഒരു സ്ഥാപനമല്ല, സർവീസിന് വേണ്ട ഒരു സ്ഥാപനം. ഇപ്പൊ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അല്ലെങ്കിൽ പൊതുഭരണ വകുപ്പ്, ഇതൊന്നും ലാഭത്തിന് പോകേണ്ട സാധനമല്ല, പബ്ലിക് സർവീസ് ആവണം. അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞ KSRTC ലാഭത്തിലാവുമെന്ന് മാഷ് ഇടയ്ക്ക് പറഞ്ഞു. ലാഭത്തിലാവുമെന്ന് പറഞ്ഞാൽ KSRTCക്ക് ഫിക്സഡ് ഒരു ഇൻകം കിട്ടൂലേ ഗവൺമെന്റ് കൊടുക്കണമല്ലോ ഈ പൈസ, സബ്സിഡി കിട്ടും. മറ്റു വരും. ഇപ്പൊ സ്ത്രീകൾ എല്ലാ തവണയും 40% കയറിക്കൊള്ളുന്നില്ല.